വീണ്ടും ഒരു മാമ്പഴക്കാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആർക്കാണ് മാമ്പഴം ഇഷ്ടമല്ലാത്തത്? മണവും രുചിയും ഭംഗിയും ചേർത്ത് പ്രകൃതിയാ തേൻകനികളെ വീഴ്ത്തുന്ന അവധിക്കാലം ഏത് മലയാളിയുടെ ഓർമ്മകളിലാണ് ഓടിയെത്താത്തത്? എന്നാൽ മലയാളികൾക്ക് മറ്റൊരു മാമ്പഴം കൂടിയുണ്ട്. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന മനോഹരമായ കവിത. ഇടറിയ തൊണ്ടയോടും നനഞ്ഞ കണ്ണുകളോടുമല്ലാതെ ഒരു വായനക്കാരനും ആ 48 വരികൾ വായിച്ചു തീർക്കാനാവില്ല. മാമ്പൂക്കളെ നിഷ്കളങ്കത കൊണ്ട് തല്ലിക്കൊഴിച്ചുല്ലസിക്കുന്ന കുട്ടിത്തവും, അതു നാളേക്കുള്ള കരുതലല്ലേ എന്ന് കണ്ണുരുട്ടുന്ന മാതൃത്വവും, ഇടയിൽ അപ്രതീക്ഷിതമായി എത്തുന്ന വിധിയും. ഈ നിറഞ്ഞ സദസ്സിന്റെ മുന്നിൽ കടവിന്റെ കുരുന്നുകൾ സവിനയം സമർപ്പിക്കുന്നു മാമ്പഴം. അങ്കണത്തെ മാവിനാദ്യത്തെ പഴം വീഴേ, അമ്മ തന്നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറിനാൾ കുതിച്ചിട്ടേ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ, പൂവിട്ടുണ്ണികൾ വിരിയവേ, പൂവിട്ടുണ്ണികൾ വിരിയവേ. ഒരു 2 2 2 4 3 അമ്മേ അമ്മേ നോക്കിയേ, നമ്മുടെ മാവ് പൂത്തു. അമ്മേ അമ്മേ നോക്കിയേ, നമ്മുടെ തൈമാവ് പൂത്തു. അമ്മു അമ്മു ഓടി വാ. എന്താ നോക്കമ്മു, എന്റെ തൈമാവ് പൂത്തു. ഹായ്, എന്തോ രസം കാണാൻ, കുറേ പൂക്കൾ ഉണ്ടല്ലോ. ഈ പൂക്കളെല്ലാം വലിയ മാങ്ങാം, അപ്പം ഒരു മുറി നിറച്ച് മാങ്ങ കിട്ടും. ഇതൊരു ചെറിയ മാവല്ലേ? ഉണ്ടാവും, ഇത്രയും പൂക്കളുണ്ടല്ലോ, എന്തായാലും ഉണ്ടാവും. ഞാൻ ഉണ്ടാവും മണിക്കുട്ട, ഇനി അതിനെ തല്ലുകൂടണ്ട. ചിന്നു അപ്പു നോക്ക്, എന്റെ തൈമാവ് പൂത്തു. കോളടിച്ചു. മാങ്ങ പറിക്കുമ്പോ എനിക്ക് വേണം 2 എനിക്ക് വേണം 2. എല്ലാവർക്കും തരാം. എടിയെ നോക്കേടി, ഇന്ന് നോക്കാൻ. മാവ് പൂത്തു എന്നാ പറയാന്ന്. അതിനും അല്ല, മാങ്ങ തന്നെയല്ലോ. അത് അവന്റെ ആളെ. ആ ശരിയാണല്ലോ. എന്താ കാര്യം? മാവ് പൂത്തു. ഇത്തിരി പെട്ടെന്ന് പൂത്തോ? എടാ മണിക്കുട്ടാ, പൂക്കളാകുമ്പോ മാവ പൂക്കും. അതിനെത്ര ചാറ് എന്നും വേണ്ട. എന്റെ വീട്ടിലെ 2 മാവ് പൂത്തിട്ടുണ്ട്. എന്റെ മാവ ആദ്യം പൂത്ത്. ഒന്ന് പൊളിക്കും. എന്റെ മാവ ആദ്യം പൂത്തത്. എന്റെ വീട്ടിലെ മാവ് 10 ദിവസമായി പൂത്തിട്ട്. എന്റെ മാ പൂത്തിട്ട് 20 ദിവസമായി. ഞാൻ കാണാത്തുണ്ട്. പിന്നെ 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 നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവന്റെ മാവ് പൂത്തത്? ഞാൻ കണ്ടില്ല. ഞാനും കണ്ടില്ല. ഞങ്ങളും കണ്ടില്ല. ഇവൻ നോന പറയാ. നോനയൻ 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 നോനയൻ. അപ്പോ നീ എന്തിനാ മണിക്കുട്ട നിർദ്ദേശം പിടിപ്പിക്കുന്നു? ഈ ടൈമാവില് മാങ്ങയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല. എന്റെ വീട്ടിലെ മാങ്ങ എന്ത് രസാണ്, ഭയങ്കര മധുര, കണ്ടാ തന്നെ കുതിയാവും. നിന്റെ വയസ്സ് മാവാ, മാങ്ങയ്ക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ല 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 അല്ല, എന്റെ വീട്ടില് മാങ്ങയ്ക്ക അല്ല 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 അപ്പോ അല്ല, എന്റെ വീട്ടിലെ മാങ്ങയ്ക്കാണ്. അതീതാ അവനെ. മണിക്കുട്ട വേണ്ടാട്ടോ, ഞാൻ എൻ്റെ അമ്മയോട് പറയാം.
എടാ വേണ്ടടാ, വിടടാ, എടാ വിടടാ. അയ്യോ ഇവൻ നശിപ്പിച്ചേ. എടാ എന്റെ നിക്കത്താടാ, എടാ എന്റെ നിക്കത്താടാ, എന്റെ നിക്കത്താടാ. എന്റെ മാങ്ങയ്ക്ക് മധുര പറ, അപ്പൊ ഞാൻ തരാം. എന്റെ മണിക്കുട്ടാ, നീ എനിക്ക് ഒരു നിമിഷം സൗരം തരൂലല്ലോ എന്റെ കുട്ടിയെ. ഇവിടെ ഒന്നും ഉണ്ടായില്ല അമ്മേ, ഞങ്ങള് കളിക്കായിരുന്നു. എന്നിട്ടാണോടാ അപ്പ അവിടെ ഇല്ലാതെ നിക്കുന്നത്? കൊടുത്തിട്ട് വാടാ. ആരും അങ്ങോട്ട് നോക്കണ്ടാട്ടോ, അപ്പൊ നിക്കർ ഇട്ടിട്ട് വരട്ടെ. മണിക്കുട്ട, വേണ്ട വേണ്ടെന്ന് വെച്ച് നീ എന്റെ തലയിൽ കേറല്ലേ? അമ്മ അടിക്കലേ, അമ്മ അടിക്കലേ. ഇനി ആരോരും ഞാൻ മിണ്ടൂല. ഇനി ഞാൻ ആർക്കും ഞാൻ മാങ്ങ തരൂല. പോയിക്ക്, ആരും എന്റെ വീട്ടിൽ നിൽക്കണ്ട. നീ മിണ്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കേ ഒരു ചുക്കുമില്ല. അല്ലേലും നിന്റെ പൊളിച്ച മാങ്ങ ആർക്ക് വേണം? വാദ, നമുക്ക് നിന്റെ വീട്ടിൽ പോയി കളിക്കാം. അവിടെ ചിലപ്പോ കന്നിമാങ്ങ ഉണ്ടാവും. എന്നാലും അത് കുറച്ച് കൂടിപ്പോയി. നിക്കറ അത് വേണ്ടായിരുന്നു. അമ്മു പോണ്ട, അമ്മു എന്റെ കൂടെ കളിച്ചാ മതി. വേണ്ട അമ്മു, അവൻ ചീത്തക്കുട്ടിയാ, അവന്റെ കൂടെ കളിക്കണ്ട. മണിക്കുട്ടാ, മണിക്കുട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ മിണ്ടൂല. എന്റെ ഉണ്ണി വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വിശക്കൂലേ? എനിക്ക് വേണ്ട, അമ്മ എന്നെ അടിച്ചില്ലേ. എന്റെ മണിക്കുട്ടാ, അമ്മ പോലെ എന്തുകൊണ്ടാ നിന്റെ കൂടെ കളിക്കാതെ പോയത്? നിന്റെ വികൃതി ഉണ്ടല്ലേ. വികൃതിയുടെ കുട്ടികളോട് ആരെങ്കിലും കളിക്കുകയോ? അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ലേ. എന്റെ കണ്ണാ, അമ്മയ്ക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? ദേ നോക്ക്, നീ നല്ല കുട്ടിയായി വളരണം. എന്റെ മണിക്കുട്ടിനെ പറ്റി എല്ലാരും നല്ലത് പറയണം. ഇത്രയുള്ളൂ അമ്മയുടെ ആഗ്രഹം. അപ്പനോട് മാപ്പ പറഞ്ഞാൽ അവര് കളിക്കാൻ വരുവോ? തീർച്ചയായും വരും. എന്താ സംശയം? നല്ല കുട്ടികളെയാ ദൈവത്തിന് ഇഷ്ടം. എന്റെ മണിക്കുട്ടി നല്ല കുട്ടിയല്ലേ? എന്റെ കുട്ടി വന്ന് ഭക്ഷണം കഴിക്കേ, എന്നിട്ട് നമുക്ക് അപ്പന്റെ വീട്ടിൽ പോട്ടോ. ഡാപ്പു, ലവൻ വരുന്നുണ്ട്. അരുത അടിക്കുള്ള വരവാ. നിന്റെ നെക്കറൊക്കെ ഇത്തവണ വിതരതവന്. ഇനി അറിയാൻ ഉണ്ടാക്കാൻ പോണ്ടപ്പോ. ഇനി അറിയാണ്ടാക്കാൻ വന്നാൻ ഈ അപ്പു ആണ്. അവൻ അറിയും. ഈ അപ്പു ആ പഴന്. മണിക്കുട്ട, നീ എപ്പോ വന്നതാ? എടാ അപ്പു, ക്ഷമിക്കടാ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എടാ, എനിക്ക് പിന്നെ കൊല്ലുമില്ല. ഞാനല്ലേ നിന്നെ ദേഷ്യം പിടിപ്പിച്ച്. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാരമില്ല മണിക്കുട്ട.
മിണ്ടിയല്ലോ ചേട്ടന്മാരെ മിണ്ടിയല്ലോ. ഹായ് 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 ഹായ്. നാളെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിൽ കളിക്കാൻ വരണം. അപ്പോൾ ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. സമ്മാനോ? എന്റെ സമ്മാന മണിക്കുട്ട. അതിപ്പോ പറയൂല, അത് നാളെ വീട്ടിൽ വരുമ്പം പറയാം. മണിക്കുട്ട കളിപ്പാട്ടമല്ലേ, പറ പറ പറ. തേമിട്ടായി? ഞാൻ മിഠായി അയക്കും. മുട്ടായി ആവാൻ സാധ്യതയില്ല. മുട്ടായാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ? ഇതപ്പൂണ മാത്രമുള്ള എന്തോ സമ്മാനമാണ്. നീ മുത്ത് മണിക്കുത്ത മുത്ത്. എടാ അപ്പു, അയ്യോ അമ്മ, അതിനാ പോവാ, നാളെ കാണും. പാഴു, നാളെ എന്തായിരിക്കും എനിക്ക് കിട്ടാൻ പോണ ആ സമ്മാനം? അത് നാളെ കിട്ടുമ്പോ അറിഞ്ഞാ മതി. അപ്പോ എനിക്ക് മാത്രം സമ്മാനം. അയ്യോ. എടാ മണിക്കുട്ടാ, എന്താണ് കാണിക്കുന്നത്? കുരുത്തം കെട്ടവനെ. ഇത് അപ്പൂടെ കൊടുക്കാനാമേ. മാവിൽ ആദ്യം ഉണ്ടായ പൊങ്കലേത്, അതെല്ലാം പച്ചയാണോ നീ? ഇതൊന്നും മാമ്പഴാവണ്ടേ? അപ്പൂടെ സമ്മാനം കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഈ നിന്റെ ഒരു അപ്പു മനുഷ്യനോട് തലവേദന അടിച്ചിരിക്കുന്ന സമയത്താ അവന്റെ ഒരു പൂങ്കല പറിക്കലും അപ്പു. അവിടെ നിക്കട അസത്തെ, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാം. അയ്യോ അമ്മ അടിക്കലേ, അമ്മ അടിക്കലേ, അമ്മ അടിക്കലേ. മാമ്പഴം കഴിക്കാൻ നോക്കി നിൽക്കുന്നവനാ ഇപ്പൊ പൂങ്കല പറിച്ചു കളയുന്നത്. അപ്പൂന് വേണ്ടി പറിച്ചതാ, ഞങ്ങള് കൂട്ടായതായിരുന്നു. അപ്പൂന് വേണ്ടി പറിച്ചില് എനിക്ക് വേണ്ട അമ്മയുടെ മാമ്പഴം. എനിക്ക് അമ്മ ഇഷ്ടമല്ല. അമ്മ തരുന്ന മാമ്പഴം ഞാൻ കഴിക്കൂല. എന്നാ നീ കളിക്കാം. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. മണിക്കുട്ടനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ലടി, ആശുപത്രിന്ന് കൊണ്ടുവരാനാ കേട്ടെ. അപ്പോ ചേട്ടന് സുഖായോ? അച്ഛ പറഞ്ഞ് മരുന്നൊന്നുമില്ലെന്നാ. പനിച്ച് കിടന്നപ്പോഴും അവൻ നമ്മളെ പറ്റി ചോദിച്ചെന്നാ പറഞ്ഞ്. മണിക്കുട്ടൻ സുഖായി വന്ന എന്റെ വീട്ടില് എല്ലാ പൂവും അവന് കൊടുക്കും. എന്റെ മൈപ്പിലി അത് ഞാൻ മണിക്കുട്ടന് കൊടുക്കും. എന്റെ വീട്ടില് മാങ്ങ പഴക്കുമ്പോ അവന് ഇഷ്ടത്ത എതിർത്തോട്ടെ. എടാ, അവന്റെ അമ്മ എന്നെ കരയണ്ട, കരയണ്ട. എനിക്ക് വീട്ടിലേക്ക് പോവാൻ വയ്യ. എന്റെ കുഞ്ഞില്ലാത്ത വീട്ടിലേക്ക് എനിക്ക് പോവണ്ട. മക്കളെ പോയടാ, പോയി. എന്റെ മണിക്കുട്ടൻ പോയടാ, എന്നെ വിട്ട് പോയല്ലോ.
ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കുഞ്ഞില്ലാതെ ഞാൻ എന്ത് ചെയ്യും? അപ്പു, മോനെ, നിന്റെ മണിക്കുട്ടൻ പോയടാ. അവൻ നമ്മളെല്ലാം വിട്ടു പോയി. നമുക്ക് അവൻ പോയി. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകേ. വാസന്ത മഹോത്സവമാണേവർക്കും അവൾക്കാന്ത കണ്ണീരിനാൽ വർഷാകാലം അമ്മ നോക്കമ്മ, ആ നരകനൻ തട്ടിയെത്തതാ മണിക്കുട്ടന്റെ തായ്മാവിലെ ആദ്യത്തെ മാമ്പഴം. എനിക്ക് എന്തിനാ കുട്ടിയെ മാമ്പഴം? അത് അപ്പം എടുത്തോളൂ കേട്ടോ. അവനുണ്ടായിരുന്നെങ്കിൽ സന്തോഷമായനെ. അവൻ ഒരുപാട് കൊതിച്ചതായിരുന്നു. നമുക്ക് ഇത് അവന് കൊണ്ട് കൊടുത്താലോ? ആമ, നമുക്ക് കൊണ്ട് കൊടുക്കാം. അവന് സന്തോഷം. ആമ, വാ. മോനെ മണിക്കുട്ട, നോക്കിയടാ, നമ്മുടെ തൈമാവിലുണ്ടായ ആദ്യത്തെ മാമ്പഴമാ. മോന് തരാൻ കൊണ്ടുവന്നതാ അമ്മ. സ്വീകരിക്ക കണ്ണ. അമ്മേ, 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 ഓടി വാ, ഓടി വാ, ഓടി വാ കണ്ണാ, കളിയാടി വാ കണ്ണാ, ഓടി വാ, ഓടി വാ, ഓടി വാ കണ്ണാ, കളിയാടി വാ കണ്ണാ. നിങ്ങൾ ഇവിടെ എന്തിനാ നിൽക്കുന്നേ? മണിക്കുട്ടന് മാങ്ങ കൊടുക്കാൻ വന്നത്. എന്നിട്ട് കൊടുത്തോ? കൊടുത്തു കൊടുത്തു, അവനത് സ്വീകരിക്കുകയും ചെയ്തു. നോക്ക് നോക്ക്, ആ മാമ്പഴം അനങ്ങിയിരിക്കുന്ന കണ്ടില്ലേ? അതിപ്പോ കാത്തരച്ചല്ലേ? ചിലപ്പോ മണിക്കുട്ടൻ കാറ്റായി വന്നതാ. അതിനെന്തിനാ അമ്മ കരയണേ? ഒന്നുമില്ല എൻ്റെ കുട്ടിയെ, അവനില്ലെന്ന് ഓർത്തപ്പോ. അമ്മ കരയണ്ടാത്തോ? അമ്മയ്ക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? മാമ്പഴത്തിൻ്റെ മധുരം. ഇന്ന് വേദനയല്ല,
ഒരു സ്നേഹ ഓർമ്മയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ മധുരമൂർവം മാമ്പഴത്തിന് ഞങ്ങൾ താൽക്കാലിക തിരശീല വീഴ്ത്തട്ടെ.